കാവ്യവസ്ത്രം ധരിക്കുന്നവരോട് എനിക്ക് ഒരു നമ്മൾ പല ആളുകളാകുമ്പോൾ സ്വാഭാവികമായും കാവ്യവസ്ത്രം നമ്മളെ വസ്ത്രമല്ലല്ലോ. അപ്പോൾ കാവ്യവസ്ത്രം നമ്മളെ വസ്ത്രം അല്ലാത്തത് കൊണ്ട് നമുക്കത് അന്യവസ്ത്രം എന്നൊരു ധാരണ ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു, ഒരു അന്യവസ്ത്രമാണ് കാവ്യവസ്ത്രം. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെ പറ്റി ആഴത്തിൽ പഠിക്കുമ്പോൾ ഈസാ നബി വരുന്നത് കാവ്യവസ്ത്രത്തിലാണ്. ഈസാ നബി വരുമ്പോഴുള്ള വസ്ത്രം കാവ്യവസ്ത്രത്തിലാണ്, കാവ്യയില ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ കാവ്യവസ്ത്രമാണ്. അപ്പം എന്തോ ഇതിലൊക്കെ ചില ബന്ധങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ അങ്ങനെ കാറ്റിൽ പറക്കും. അതിൻ്റെ ഒരു മനോഹരമായ ഭംഗി ഞാൻ പലപ്പോഴും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. ഉദാഹരണം, ബുദ്ധഭിക്ഷുക്കൾ അവരുടേത് കാവ്യ, ഹൈന്ദവ ഭിക്ഷുക്കൾ അവരുടേതും കാവ്യ. ഈ വസ്ത്രത്തെ നീ അന്യവസ്ത്രം ധരിക്കേണ്ട, അതും നിന്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നീ അത് ധരിക്കേണ്ട, നീ വേറൊരു വേദക്കാരനാണ്. പക്ഷെ ആ വേദക്കാരൻ നീ ശത്രുവായി കാണണ്ട. നിനക്ക് പേര് പറ്റ ഇനി ഒരാളിന് വരുന്നുണ്ട് ഈ വസ്ത്രത്തിൽ. സയ്യിദുനാ ഈസ നമ്മൾ വെള്ളയും ഇട്ടല്ല വരിക, അതിനകത്ത് വെള്ളയും അവരും ഉണ്ടാകും. ഞാൻ പറഞ്ഞ ഈസായും മഹ്ദിയും വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ജനത ഹിന്ദുക്കളാണ് എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ എന്നെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തലേ കയറുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്, അത് സത്യം, 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അപ്പം ഈ വേദങ്ങൾ ഇത് 5000 കൊല്ലം മുമ്പ് ഈ വേദശകലങ്ങൾ പടച്ചതമ്പുരാൻ ഒരു വിഭാഗത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ കാണുന്നതാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഒരിക്കലും കാണാത്തതാണ് ഇപ്പോൾ ഇതിൽ വെളിവായി കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ശ്ലോകങ്ങൾ ഇങ്ങനെ വായിക്കും. അപ്പോൾ നിങ്ങൾക്കത് വെളിച്ചം തീരോ, സത്യമല്ലേ, ശരിയല്ലേ. എന്നാൽ ഒരു ജനതക്കത് ശരിയല്ല എന്നാൽ വിശ്വാസം കൊണ്ട് ആ വേദം സംരക്ഷിച്ചതാണ്. അവരെ കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല. ഇന്ന് നമ്മളത് കണ്ണിൻ്റെ മുന്നിൽ കാണാം. ഭാഗവതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതത്തിലെ വനപർവം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മാർക്കണ്ഡേയ പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. വിഷ്ണു പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. ആ ജനത ആ വചനങ്ങൾ സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ മുൻഗാമികൾ ഹദീസുകൾ സംരക്ഷിച്ച പോലെ തന്നെയാണ്. അത് ഒരു കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല, പക്ഷെ പിന്നീട് ഒരു ജനതയിൽ അങ്ങനെ വരും. അപ്പൊ ഇന്ന് നമ്മൾ ഇതിങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ണിന് മുന്നിൽ കാണും. അപ്പൊ ഇവിടെ പിശാചി കളിക്കുന്ന മൂന്നാമത്തെ കളി നമ്മൾ മനസ്സിലാക്കണം. എന്താ പിശാചി കളിക്കുന്നത്? ഈ 2 വിഭാഗങ്ങളുടെയും ഇടയിൽ അകറ്റുമ്പോൾ പിന്നെ വേദവും പഠനവും ഇവിടെ ഉണ്ടാവില്ല. വാളും കത്തിയാണ് പിന്നോട് വിഷയം. നമ്മളെ പണ്ഡിതന്മാരും അവരുടെ പണ്ഡിതന്മാരും കൂടെ ഇരിക്കുക. അവരുടെ പണ്ഡിതന്മാരിൽ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാരുണ്ട്. ഹിന്ദു പണ്ഡിതന്മാർ അഗാധ ജ്ഞാനം, ചെറിയ വിവരമൊന്നുമല്ല, അഗാധ ജ്ഞാനം. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്.